നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ ആളുകളും കാത്തിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ചാണ്. ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഗവൺമെൻറ് അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓരോ വ്യക്തികൾക്കും 5 ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ഗവൺമെൻറ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പുതിയതെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേഷനായ 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. തുടർന്ന് അവർക്ക് അപ്പോൾ തന്നെ അതിൻ്റെ കാർഡ് ലഭിക്കുകയും കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ 70 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പുതിയതെടുക്കാൻ സാധിക്കുന്നില്ല. കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ അവരെ പേര് ആഡ് ചെയ്യാനാണ് ഇപ്പോൾ സാധിക്കുന്നുള്ളത്. വരും മാസങ്ങൾ തന്നെ 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാനുള്ളൊരു അവസരം വരുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ 2ാം ഘട്ടത്തിൽ ഇത്രയും കാര്യങ്ങൾ വരും. 3ാം ഘട്ടം ആകുമ്പോഴേക്കും എല്ലാ ആളുകൾക്കും ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുന്ന രൂപത്തിലായിരിക്കും വരിക. അതിനുമുമ്പായി നമ്മുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആധാർ കാർഡിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കറക്റ്റായി വെക്കുക. അതുപോലെ തന്നെ അതിലെ അഡ്രസ്സ്, പേര്, ഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും കറക്റ്റായി വെക്കുക. എങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനെ ഒരു അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് പുതുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യം 2021-22 കാലഘട്ടങ്ങളിൽ പുതുക്കിയ ആളുകൾക്ക് അവരുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകളെയും റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളെയും അതിൽ ചേർക്കാൻ സാധിക്കും. അല്ലാതെ ഇപ്പോൾ പുതിയതെടുക്കാൻ 70 വയസ്സിന് താഴെയുള്ള പുതിയ ആളുകൾക്ക് പുതിയതെടുക്കാൻ ഇപ്പോൾ അവസരമില്ല. കറക്റ്റായി എല്ലാ വർഷവും പുതുക്കി പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അല്ലാതെ അത് ഇനി വർഷാവർഷം അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല. 2018-19 കാലങ്ങളിലായിരുന്നു അത് ലാസ്റ്റായിട്ട് അപ്ഡേഷൻ ചെയ്തിരുന്നത്. അതിനുശേഷം ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് ലഭിക്കുകയുണ്ടായി. അന്നൊന്നും ഇല്ലാത്തൊരു പുതിയ അപ്ഡേഷനാണ് ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പുതിയ കാർഡ് എടുക്കാൻ സാധിക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ 70 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായി അവരെ കൊണ്ട് കാർഡ് എടുപ്പിക്കുക. അതിനുശേഷം അടുത്ത അപ്ഡേഷനിൽ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കായിരിക്കും. അതിനുമുമ്പായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആധാർ കാർഡ്, റേഷൻ കാർഡ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമായിരിക്കും ആ വരുന്ന സമയത്ത് അവർക്ക് കാർഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോ ലഭിക്കാൻ ഇൻഫർമേഷൻ മീഡിയയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.